ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സീക്വൻഷ്യൽ സർക്യൂട്ട് മൾട്ടിപ്ലയർ ആണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അറേ മൾട്ടിപ്ലയറിനെ പറ്റിയിട്ടായിരുന്നു. അറേ മൾട്ടിപ്ലയറിൻ്റെ മെയിൻ പ്രശ്നം അല്ലെങ്കിൽ ഡ്രോബാക്ക് എന്തായിരുന്നു? അതിന് സർക്യൂട്ട് ഭയങ്കര കോംപ്ലക്സ് ആണ്. ഒരു n/n അറേ തന്നെ നമുക്ക് വേണ്ടി വരും. സോ അതിൻ്റെ അത്രയും അറേസും അതിൻ്റെ കൺട്രോൾ ലോജിക്കും നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മൾട്ടിപ്ലിക്കൻറ്റിൻ്റെയും മൾട്ടിപ്ലയറിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മളുടെ ബോർഡിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരുന്ന സർക്യൂട്ടറിയുടെ സൈസും എന്ത് ചെയ്യും? കൂടി വരും. സോ ദ ഡിസൈനിങ് ഈസ് വെരി കോംപ്ലക്സ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സിംഗിൾ സീക്വൻഷ്യൽ സർക്യൂട്ട് മൾട്ടിപ്ലയറിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഡിസൈൻ ചെയ്യാൻ പോവുകയാണ്. വേർ ഇൻ വിച്ച് വി ആർ യൂസിങ് ഒരു സിംഗിളായിട്ടുള്ള ഒരു എന്ത് ചെയ്യുന്നത്? ഒരു n ബിറ്റ് ആഡറിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മൾട്ടിപ്ലിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അത്രയും അറേസിനെയും അതിൻ്റെ അറേ കോൺഫിഗറേഷൻസും ആ അറേക്കകത്ത് എന്തുകൊണ്ട്? ഒരു ആൻഡ് ഗേറ്റും ഉണ്ട്, ഒരു ഫുൾ ആഡറും ഉണ്ടായിരുന്നു. ആ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സർക്യൂട്ടറി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് വി ആർ ഹാവിങ് ഒരു n ബിറ്റ് ഒരു റിപ്പിൾ ക്യാരി ആർഡറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്യാരിയെ പ്രൊപ്പഗേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ആർഡറാണല്ലോ റിപ്പിൾ ക്യാരി ആർഡർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സിംഗിൾ റിപ്പിൾ ക്യാരി ആർഡർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ആ ഒരു കോമ്പിനേഷണൽ സർക്യൂട്ടിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ തന്നെ നോക്കുവാണെങ്കിൽ കുറേ ഇങ്ങനെ തുടക്കത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. അപ്പോൾ ഇവിടെ ഇത് കോമ്പിനേഷണൽ അറേ മൾട്ടിപ്ലയേഴ്സ് യൂസസ് എ ലാർജ് നമ്പർ ഓഫ് ലോജിക് ഗേറ്റ്സ് ഫോർ മൾട്ടിപ്ലൈങ് നമ്പേഴ്സ്. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 2 n ബിറ്റ് നമ്പേഴ്സ് ക്യാൻ ബി പെർഫോംഡ് ഇൻ എ സീക്വൻഷ്യൽ സർക്യൂട്ട് ദാറ്റ് യൂസസ് എ സിംഗിൾ n ബിറ്റ് ആഡർ. സോ ഇതാണ് നമ്മുടെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. സീക്വൻഷ്യൽ സർക്യൂട്ടിൽ വി ആർ ഹാവിങ് എ സിംഗിൾ n ബിറ്റ് ആഡർ വിച്ച് വിൽ ഹെൽപ്പ് us ടു മൾട്ടിപ്ലൈ 2 നമ്പേഴ്സ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അഡീഷണൽ പെർസ്പെക്റ്റീവിലാണല്ലോ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ ഹാർഡ്വെയർ അറേഞ്ച്മെൻറ്റ് എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സർക്യൂട്ടറി ഇതാണ്. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ചെയ്ത് പഠിക്കുന്നതിന് മുന്നേ എന്താണ് ആ പ്രൊസീജിയർ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് 2 നമ്പേഴ്സ് ഉണ്ട്. സോ ഇവിടുത്തെ നമ്മുടെ മൾട്ടിപ്ലിക്കൻ്റ് ആണ് 1101, മൾട്ടിപ്ലയർ ആണ് 1011. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ രണ്ട് സെയിം വാല്യൂസ് തന്നെ എടുത്തേക്കുവാണ്, മൾട്ടിപ്ലിക്കൻ്റ് ആയിട്ടും മൾട്ടിപ്ലയർ ആയിട്ടും. ഓക്കെ, സോ മൾട്ടിപ്ലിക്കൻ്റെ വാല്യൂ അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്, മൾട്ടിപ്ലയർ അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആൻസർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഒരു രജിസ്റ്റർ ഉണ്ട്. ദാറ്റ് ഈസ് അതിന് ഇനിഷ്യൽ വാല്യൂ എന്തുമായിരിക്കും? 0 ആയിരിക്കും. പിന്നെ നമുക്ക് വരുന്നത് ട്രിപ്പിൾ ക്യാരി ആർഡർ ആണെന്ന് പറഞ്ഞില്ലേ. സോ നമുക്ക് ക്യാരിയെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു എന്തുകൊണ്ട്? ഒരു ക്യാരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രജിസ്റ്റർ ഉണ്ട്, സി രജിസ്റ്റർ ഉണ്ട്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഇവിടെ നമ്മൾ വർക്ക് ഓൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമ്മൾ ആദ്യം എന്ത് ചെയ്യും? നമ്മളുടെ മൾട്ടിപ്ലയറിൻ്റെ ലാസ്റ്റ് ബിറ്റ് നോക്കും, LSB ബിറ്റ് നോക്കും. ആ ലാസ്റ്റ് ബിറ്റ് നോക്കുമ്പോഴേക്കും അവിടെ എന്താണ്? ബിറ്റ് വാല്യൂ ഒന്നെങ്കിൽ 0 ആയിരിക്കാം അല്ലെങ്കിൽ 1 ആയിരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് 2 ഓപ്ഷൻസ് ആണുള്ളത്. LSB ബിറ്റ് 0 ആകാം അല്ലെങ്കിൽ 1 ആകാം. LSB ബിറ്റ് 1 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അവിടെ നമ്മൾ 2 ഓപ്പറേഷൻസ് പെർഫോം ചെയ്യണം. എന്താണ്? നമ്മുടെ കയ്യിലുള്ള A രജിസ്റ്ററിൻ്റെ വാല്യൂവിൻ്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യണം? M എന്നുള്ള നമ്മളുടെ മൾട്ടിപ്ലിക്കൻറ്റിൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് ഈ കിട്ടിയിരിക്കുന്ന റിസൾട്ടിനെ നമുക്ക് എന്ത് ചെയ്യണം? ഷിഫ്റ്റ് ചെയ്യണം. നോർമൽ ഷിഫ്റ്റ് റൈറ്റ് ആണ് ചെയ്യുന്നത്, നോർമൽ റൈറ്റ് ഷിഫ്റ്റ് ഓപ്പറേഷൻ ചെയ്യണം. ഓക്കെ, ഇനി നമ്മുടെ ഈ LSB ബിറ്റിൻ്റെ വാല്യൂ, മൾട്ടിപ്ലയറിൻ്റെ LSB ബിറ്റിൻ്റെ വാല്യൂ 0 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? സിംപ്ലി ഷിഫ്റ്റ് റൈറ്റ് ഓപ്പറേഷൻ മാത്രം ചെയ്താൽ മതി. ഓക്കെ, സിംപ്ലി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഷിഫ്റ്റ് റൈറ്റ് ഓപ്പറേഷൻ മാത്രം ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ മൾട്ടിപ്ലിക്കൻറ്റും മൾട്ടിപ്ലയറും നമ്മുടെ ആൻസർ കിട്ടുന്ന ഒരു രജിസ്റ്റർ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 4 ബിറ്റ് മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ്സിൽ ഒരു 4 ബിറ്റ് മൾട്ടിപ്ലയറും ഒരു 4 ബിറ്റ് മൾട്ടിപ്ലിക്കൻറ്റും വർക്ക് ഓൺ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസറിനകത്ത് മാക്സിമം എത്ര ബിറ്റ് കാണും? മാക്സിമം 8 ബിറ്റ്സ് കാണും അല്ലേ? അതായത് ക്യാരി വരുന്ന ഫൈനൽ സ്റ്റേജ് ആണെങ്കിൽ എത്ര ബിറ്റ്സ് കാണും? 8 ബിറ്റ്സ് കാണും മാക്സിമം അല്ലേ? അപ്പോൾ നമ്മൾ ഒരു സിംഗിൾ ഒരു 4 ബിറ്റ് ഒരു രജിസ്റ്റർ കൊണ്ട് ഒരു 4 ബിറ്റ് വാല്യൂ കൊണ്ട് നമുക്ക് ഈ ഒരു ഫുൾ ആൻസറിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എ എന്ന് പറഞ്ഞാൽ എത്ര ബിറ്റ് പൊസിഷൻസേ ഉള്ളൂ? 4 ബിറ്റ് പൊസിഷൻസേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ശരിക്കും നമ്മുടെ ആൻസർ ഫുള്ളായിട്ട് ജനറേറ്റ് ചെയ്യുന്ന എവിടെ ആയിരിക്കും? എയിലും ക്യൂയിലും ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ A, Q എന്നുള്ള രജിസ്റ്റേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? കമ്പൈൻ ചെയ്തിട്ട് അതിൻ്റെ എല്ലാ ബിറ്റ് ഇൻഫർമേഷനും നമ്മുടെ ആൻസറിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫൈനലായിട്ട് എയിലും ക്യൂയിലും വരുന്ന ആൻസർ എന്താണോ അതായിരിക്കും നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മളൊരു റിപ്പിൾ ക്യാരി ആർഡറാണ് നമ്മൾ യൂസ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ ക്യാരിക്ക് എന്തുണ്ട്? നമ്മുടെ ആൻസറിലേക്ക് റിഫ്ലക്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ക്യാരി രജിസ്റ്ററിൽ അല്ലെങ്കിൽ C എന്നുള്ള രജിസ്റ്ററിലെ വാല്യൂ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളുടെ ഈ ഒരു ഷിഫ്റ്റ് ഓപ്പറേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മനസ്സിലാക്കിക്കോ, നമ്മുടെ കയ്യിൽ എന്തുണ്ടാവും? ഒരു മൾട്ടിപ്ലിക്കൻ്റ് ഉണ്ടായിരിക്കും, ദെൻ നമുക്കൊരു മൾട്ടിപ്ലയർ ഉണ്ടായിരിക്കും, അതിനെ നമ്മൾ Q എന്ന് വിളിച്ചു. ഇനി നമുക്ക് ഒരു A എന്നുള്ള രജിസ്റ്റർ ഉണ്ട്, അവിടെയാണ് നമ്മളുടെ അതായത് നമ്മുടെ MSB പോർഷൻ ഓഫ് ദ എന്താണ് നമ്മുടെ പ്രോഡക്റ്റ് സേവ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ 4 ബിറ്റ്സ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ ക്യൂവിൽ നമ്മുടെ മൾട്ടിപ്ലയറിൽ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഫൈനലി വരുന്ന വാല്യൂ എന്താണോ അതായിരിക്കും ക്യൂവിൽ കിട്ടുക. ഓക്കെ, അപ്പോൾ ആ ഒരു വാല്യൂവിൽ അതിൻ്റെ 4 ബിറ്റ്സ് ആയിരിക്കും നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ എന്താണ് LSBയിലുള്ള 4 ബിറ്റ്സിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. സോ നമുക്ക് 4 + 4 8 ബിറ്റ്സ് ആയല്ലോ. അത് ആരാ പ്രൊവൈഡ് ചെയ്യുന്നത്? എയും ക്യൂവും.
ആണല്ലോ. ഇത് കൂടാണ്ട് നമ്മൾ ഈ ഒരു എൻ്റയർ ഓപ്പറേഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ആരും കൂടിയുണ്ട്, ക്യാരിയുണ്ട്, സിയും കൂടിയുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മൾ നടത്തുന്ന എല്ലാ ഓപ്പറേഷൻസും എന്ന് പറഞ്ഞാൽ എന്താണ്, അഡിഷൻ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് A+M എന്ന്. ബാക്കിയുള്ള നോർമൽ ഓപ്പറേഷൻ, അതായത് രജിസ്റ്റർ ബേസിസിലുള്ള ഷിഫ്റ്റ് ഓപ്പറേഷൻസിലെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നത് ആരൊക്കെയായിരിക്കും? നോർമലി വരുന്നത് സിയും പിന്നെന്താണ് എയും പിന്നെ ക്യൂവും. ആ സെയിം ഓർഡറിൽ CAQ ഈ ഒരു ഓർഡറിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഷിഫ്റ്റ് റൈറ്റ് ഓപ്പറേഷൻസ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ ഒരു സീക്വൻഷ്യൽ സർക്യൂട്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് നമ്മളുടെ മൾട്ടിപ്ലിക്കൻ്റ് ഉണ്ട്, മൾട്ടിപ്ലയർ ഉണ്ട്, നമ്മുടെ റിസൾട്ട് സ്റ്റോർ ചെയ്യുന്ന A ഉണ്ട്, പിന്നെ നമ്മുടെ ക്യാരിയർ സ്റ്റോർ ചെയ്യുന്ന C ഉണ്ട്. ഓക്കെ, അപ്പോൾ CAQ ആണ് നമ്മളുടെ ഈ ഒരു പ്രോസസ്സിൽ ആക്ച്വലി ഷിഫ്റ്റ് ഓപ്പറേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന രജിസ്റ്റേഴ്സ്. അതിലെ കണ്ടന്റ് ആയിരിക്കും ഷിഫ്റ്റ് ഓപ്പറേഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആണല്ലോ. ഇനി ഈ ഷിഫ്റ്റ് ഓപ്പറേഷൻ നടക്കണോ, അല്ലെങ്കിൽ എപ്പോഴൊക്കെയാണ് നമുക്ക് ഷിഫ്റ്റ് ഓപ്പറേഷൻ നടക്കേണ്ടത്, എപ്പോഴാണ് അഡിഷൻ പ്ലസ് ഷിഫ്റ്റ് ഓപ്പറേഷൻ നടക്കേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദ വാല്യൂ ഓഫ് ദിസ് മൾട്ടിപ്ലയർ. നമ്മുടെ മൾട്ടിപ്ലയറിൻ്റെ ലാസ്റ്റ് ബിറ്റ് എന്താണെങ്കിൽ 1 ആണെങ്കിൽ അഡിഷനും ഷിഫ്റ്റ് ഓപ്പറേഷൻ നടക്കണം. ലാസ്റ്റ് ബിറ്റ് 0 ആണെങ്കിൽ എന്താണ്, ഷിഫ്റ്റ് റൈറ്റ് ഓപ്പറേഷൻ മാത്രം നടത്തിയാൽ മതി. അപ്പോൾ നമ്മൾ ഷിഫ്റ്റ് റൈറ്റിന് വേണ്ടി സെലക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന രജിസ്റ്റേഴ്സിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, CAQ എന്നുള്ള ഓർഡറിലായിരിക്കും. ഓക്കെ, CAQ എന്നുള്ള ഓർഡറിൽ ആയിരിക്കും ക്യാരി, ദെൻ റിസൾട്ടിൻ്റെ MSB പോർഷൻ, റിസൾട്ടിൻ്റെ LSB പോർഷൻ, CAQ. ഓക്കെ, ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഇവർ തന്നിരിക്കുന്ന എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ നേരത്തെ വർക്ക് ഓൺ ചെയ്തതാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ രജിസ്റ്റേഴ്സ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. അവിടെ നമ്മൾ ആദ്യം നോക്കുന്നത് എന്താണ്, മൾട്ടിപ്ലയറിൻ്റെ ഫസ്റ്റ് ബിറ്റ്, LSBയിലുള്ള ഫസ്റ്റ് ബിറ്റ് നോക്കി. സോ മൾട്ടിപ്ലയർ ക്യൂവിലാണ് വെച്ചിരിക്കുന്നത്. അത് 1 ആണ്. 1 ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, A+M ചെയ്യണം, അരിത്തമാറ്റിക് ഷിഫ്റ്റ് റൈറ്റ്, A+M ചെയ്യണം, ഷിഫ്റ്റ് റൈറ്റ് ചെയ്യണം. അരിത്തമാറ്റിക് അല്ല, സിമ്പിൾ ഷിഫ്റ്റ് റൈറ്റ് നമുക്ക് ചെയ്യണം. ഓക്കെ, സിമ്പിൾ ഷിഫ്റ്റ് റൈറ്റ് നമുക്കറിയാമല്ലോ എങ്ങനെയാണ് ഷിഫ്റ്റ് റൈറ്റ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് അരിത്തമാറ്റിക് ഷിഫ്റ്റ് റൈറ്റ് ചെയ്യേണ്ടതെന്നും നമുക്കറിയാം ഇല്ലേ. അപ്പോൾ ഇവിടുത്തെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സീക്വൻഷ്യൽ ഓർഡറിനകത്ത് ഷിഫ്റ്റ് റൈറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ, അപ്പോൾ തെറ്റിപ്പോരുത്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഫസ്റ്റ് അഡീഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ കയ്യിൽ ഇനീഷ്യലി നമ്മുടെ കയ്യിൽ റിസൾട്ടിനകത്ത് വാല്യൂ ഒന്നുമില്ല, അതുകൊണ്ട് 0 ആക്കി വെച്ചു. ഈ 0 എമ്മും കൂടെ നമ്മൾ ആഡ് ചെയ്യണം. നമ്മുടെ ഫസ്റ്റ് അഡീഷൻ പ്രോസസ്സാണ്. അപ്പോൾ എന്താ ചെയ്യുന്നത്, 0 + 1 നമുക്ക് 1 കിട്ടും, 0 + 0 നമുക്ക് 0 കിട്ടും, 0 + 1 + 0 നമുക്ക് 1 കിട്ടും, 1 + 0 നമുക്ക് എന്ത് കിട്ടും, 1 കിട്ടും. ഇവിടെ ക്യാരി ഒന്നുമില്ല ഇനീഷ്യലി, നമ്മളതുകൊണ്ട് 0 ആയിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ആ ക്യാരി അങ്ങനെ തന്നെ എടുത്ത് എഴുതി വെക്കണം. നമ്മളുടെ ക്യൂ ബിറ്റിനെ അങ്ങനെ തന്നെ സെറ്റ് ചെയ്യാം. നോക്കിക്കേ, 1 0 1 1 ഇതാണ് നമ്മളുടെ മൾട്ടിപ്ലയർ. ഓക്കെ, 1 0 1 1. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഫസ്റ്റിലത്തെ അഡിഷൻ ഓപ്പറേഷൻ ഇവിടെ കഴിഞ്ഞു. ഓക്കെ, സോ അഡിഷൻ ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, രണ്ടാമത്തെ എന്താണ്, ഷിഫ്റ്റ് റൈറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഫുൾ ബിറ്റ്സിനെ നമ്മൾ എന്താ ചെയ്യണം, ഒരു സിംഗിൾ എൻറ്റിറ്റി ആയിട്ട് വേണം നമ്മൾ കൺസിഡർ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഷിഫ്റ്റ് റൈറ്റ് എന്ന് പറയുമ്പോഴേക്കും എങ്ങനെയാണ് ചെയ്യുക, ആദ്യത്തെ ഈ ബിറ്റ് എന്തായി പോകും, ഡ്രോപ്പ് ഓഫ് ആയി പോകും അല്ലേ. അതായത് ഫസ്റ്റ് ബിറ്റ് എന്തായി പോകും, ഈ ഒരു വാല്യൂലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഷിഫ്റ്റ് റൈറ്റ് ചെയ്യുന്നത്. ഞാനത് എഴുതി കാണിക്കാം. 0 1 1 0 1 1 0 1 1 ഇതിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഷിഫ്റ്റ് റൈറ്റ് ചെയ്യാൻ പോകുന്നത്. ആണല്ലോ. ഷിഫ്റ്റ് റൈറ്റ് ചെയ്യുമ്പോഴേക്കും ആദ്യത്തെ ബിറ്റ് നമുക്ക് എന്തായി പോകും, ഡ്രോപ്പ് ഓഫ് ആയി പോകും, അവിടെ ബിറ്റില്ല. പിന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഈ 1 ഇവിടെ വരും, ഈ 0 സെക്കൻഡ് പൊസിഷനിൽ വരും, ഈ 0 ഇവിടെ വരും തേർഡ് പൊസിഷനിൽ, ഈ 1 ഇവിടെ വരും തേർഡ് പൊസിഷനിൽ വരും അല്ലേ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ബിറ്റ് ഇതായിരിക്കും നമ്മുടെ ഫോർത്ത് പൊസിഷനിൽ വരിക. അപ്പോൾ ഫസ്റ്റിലത്തെ 4 ബിറ്റ്സ് സെറ്റായി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ 0 ഇവിടെ കൊടുത്തു, ഈ 1 ഇവിടെ കൊടുത്തു, ഈ 1 ഇവിടെ കൊടുത്തു, ഈ 0 നമ്മളെടുത്ത് ഇവിടെ കൊടുത്തു. ആണല്ലോ. ഇനി നമുക്ക് ഈ ഒരു ബിറ്റ് ഇവിടെ ഡ്രോപ്പ് ഓഫ് ആയി പോയപ്പോഴേക്കും ഇവിടെ ഒരെണ്ണം വേക്കൻറ്റ് വന്നു. ആ വേക്കൻറ്റ് വരുന്നതിന് എപ്പോഴും നമ്മൾ 0 വെച്ചിട്ടായിരിക്കും ഫില്ല് ചെയ്യുന്നത്. നമ്മുടെ നോർമൽ ഷിഫ്റ്റ് റൈറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഷിഫ്റ്റ് റൈറ്റിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒരു ബിറ്റ് വേക്കൻ്റായിട്ട് വരുമ്പോഴേക്കും എന്ത് ചെയ്യണം, ആ പൊസിഷനിൽ നമ്മൾ 0 വെച്ച് നമ്മൾ ഫില്ല് ചെയ്യും. സോ നോക്കിക്കേ, ഈ വാല്യൂ തന്നെയാണ് നമുക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോഴേക്കും കിട്ടിയിരിക്കുന്നത്. നമുക്ക് നോക്കാം, ഷിഫ്റ്റ് ചെയ്യുമ്പോഴേക്കും 0 വന്നു, ദെൻ എന്ത് വന്നു, 0 1 1 0 വന്നു, 0 1 1 0 വന്നു, പിന്നെ 1 1 0 1 വന്നു, 1 1 0 1 വന്നു. കഴിഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെ ഷിഫ്റ്റ് ഓപ്പറേഷനും ഇവിടെ വെച്ച് കഴിഞ്ഞു. ഇനി നമ്മുടെ കയ്യിലുള്ള റിസൾട്ടാണിത്. ഓക്കെ, അതാണ് നമ്മുടെ ഫസ്റ്റ് സൈക്കിൾ എന്ന് പറയുന്നത്, നമ്മുടെ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറേ സൈക്കിൾസ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോൾ സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എത്ര നമ്പർ ഓഫ് ബിറ്റ്സ് ഉണ്ടോ നമ്മളുടെ ഓപ്പറേഷനിൽ, അതായത് നമ്മുടെ ഓപ്പറാൻഡിലും അതായത് മൾട്ടിപ്ലയറിലും മൾട്ടിപ്ലിക്കൻറ്റിലും. ഓപ്പറൻസ് എന്ന് പറഞ്ഞാൽ ആരാണ്, മൾട്ടിപ്ലയർ മൾട്ടിപ്ലിക്കൻസും ഉണ്ടല്ലോ. അവർ രണ്ടുപേർക്കും എത്ര നമ്പർ ഓഫ് ബിറ്റ്സ് വെച്ചിട്ടാണ് അവർ ഫോർമുലേറ്റ് ചെയ്തേക്കുന്നത്, അതിൻ്റെ കൗണ്ടായിരിക്കും നമ്മൾ എത്ര സൈക്കിൾസ് എക്സിക്യൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞു തരിക. അപ്പോൾ ഇവിടെ എത്ര സൈക്കിൾസ് വേണം, 4 ബിറ്റ്സുള്ള ഒരു
മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ്സാണ് നമ്മളൊരു 4/4 മൾട്ടിപ്ലിക്കേഷനാണ് നമ്മൾ പെർഫോം ചെയ്യുന്നതെങ്കിൽ ദർ മസ്റ്റ് ബി 4 സൈക്കിൾസ്. ഓക്കെ ആണോ? അപ്പോൾ ഫസ്റ്റ് സൈക്കിൾ കഴിഞ്ഞു, അവിടെ നമുക്ക് അഡിഷനും ഷിഫ്റ്റും വേണ്ടി വന്നു. ഇനി നമുക്ക് ഈ ഒരു ബിറ്റിൻ്റെ, അതായത് നമ്മൾ ഈ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് നമ്മുടെ റിസൾട്ട് ഇരിക്കുവാണ്, അതിൻ്റെ ഫസ്റ്റ് ബിറ്റ് നോക്കാം. ഇതാണ് നമ്മളുടെ ഇപ്പോഴത്തെ മൾട്ടിപ്ലയർ. അതിൻ്റെ ഫസ്റ്റ് ബിറ്റ് നോക്കുമ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടി? 1 തന്നെ വീണ്ടും വന്നു. സോ 1 വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? 2 ഓപ്പറേഷൻസ് ചെയ്യണം. ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? എയിലേക്ക് A+M കൊടുക്കുക, A+M കൊടുക്കുക. അപ്പോൾ നോക്കിക്കേ, ഇപ്പോഴത്തെ നമ്മുടെ എ ഇതാണ്, അതിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? M ആഡ് ചെയ്യണം. എമ്മിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? 1101. 1101 ആഡ് ചെയ്യും. അപ്പോൾ എന്ത് കിട്ടും? 0 + 1 1 കിട്ടും, 1 + 0 1 കിട്ടും, 1 + 1 നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. എഗെയിൻ ഇവിടെ ഒരു 1 ഉണ്ടായിരുന്നു. സോ 1 + 1 0, നമുക്ക് ക്യാരി ഉണ്ട്, ക്യാരിയെ നമ്മൾ സിയിലേക്ക് നമ്മൾ ആഡ് ചെയ്തു. കുഴപ്പമില്ലല്ലോ. അപ്പോൾ അതങ്ങനെ എഴുതി വെച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഈ ഒരു സെയിം മൾട്ടിപ്ലയറിനെ അതേപോലെ തന്നെ നമ്മളെടുത്ത് താഴേക്ക് എഴുതി വെച്ചു, 1101 എഴുതി വെച്ചു. ഓക്കെ, അപ്പോൾ എന്ത് നടന്നു? അഡിഷൻ ഇവിടെ കംപ്ലീറ്റ് ആയി, അഡിഷൻ പ്രോസസ്സ് ഇവിടെ കംപ്ലീറ്റ് ആയി. ഓക്കെ, അഡിഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ട് ഇസ് നെക്സ്റ്റ്? വി വോണ്ട് ടു ഷിഫ്റ്റ് ദ ഡേറ്റ. CAQയിലുള്ള ഡേറ്റ നമുക്ക് ഷിഫ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ ഒരു ബിറ്റ് ഒന്നുകൂടെ എഴുതി കാണിക്കാം. ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് തെറ്റിച്ച് കളയരുത്, അത് കൃത്യമായിട്ട് എഴുതി നോക്കണം. ഇത് എന്താണ്? നോർമൽ റൈറ്റ് ഷിഫ്റ്റ് മാത്രമാണ്, അരിത്തമാറ്റിക് അല്ല. അപ്പോൾ അത് നോർമൽ ചെയ്യുന്ന സമയത്ത് എന്താവും? ബിറ്റ്സ് ഡ്രോപ്പായി പോകും. നമ്മൾ എവിടെ നിന്നാണോ ബിറ്റ്സിനെ നമ്മൾ മൂവ് ചെയ്ത് കൊണ്ടുവരുന്നത് അവിടെ വെച്ചിട്ട് ആ ബിറ്റ് അവിടെ നിന്ന് ഡ്രോപ്പ് ഓഫ് ആയി പോകും. ഓക്കെ, 1101 ആണല്ലോ. ഇനി നമുക്കിത് എന്താ ചെയ്യുന്നത്? റൈറ്റ് ഷിഫ്റ്റ് ചെയ്യണം. റൈറ്റ് ഷിഫ്റ്റ് എന്ന് പറയുമ്പോഴേക്കും ഈ ഒരു ബിറ്റ് ഡ്രോപ്പ് ചെയ്ത് പോകും, അതിനെ നമ്മൾ കളഞ്ഞു. അപ്പോൾ ഈ സെക്കൻഡ് ലാസ്റ്റ് ബിറ്റായിരിക്കും നമ്മുടെ ലാസ്റ്റ് ബിറ്റ് ആവുന്നത്. ഇത് ഇങ്ങോട്ട് വരും, ഇത് ഇങ്ങോട്ട് വരും. ഇതിൻ്റെ ഫോർത്ത് ബിറ്റായിട്ട് വരുന്നത് എന്താണ്? ഈ ബിറ്റ് വാല്യൂ. സോ 110 ആയിരിക്കും, ഈ 110 ആയിരിക്കും ഇതിൻ്റെ ലാസ്റ്റ് ബിറ്റ് എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, ഷിഫ്റ്റ് ഓപ്പറേഷൻ കഴിയുമ്പോഴേക്കും ഇത് തന്നെയാണ് ഉള്ളത്. ഓക്കെ, അതെടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കുന്നത് എന്താണ്? ബാക്കി ഈ ബിറ്റ് ആയിരിക്കും ഫസ്റ്റ് പൊസിഷന് വരുന്നത്. ഇത് നമ്മുടെ സെക്കൻഡ്, ഇത് നമ്മുടെ തേർഡ്, ഇത് നമ്മുടെ ഫോർത്ത് പൊസിഷൻ. സോ ഇവിടെ നമുക്ക് എന്ത് വരും? 1001. ഓക്കെ, സോ നോക്കിക്കേ, 1001 വന്നു ആണല്ലോ ഷിഫ്റ്റ് ചെയ്തപ്പോഴേക്കും. പിന്നെ നമുക്ക് എന്തുണ്ട്? ഈ ഒരു പൊസിഷനിലുള്ള ബിറ്റ് ഇങ്ങോട്ട് പോയി, അപ്പോൾ നമ്മൾ ആ വേക്കൻറ്റ് പൊസിഷനിൽ എന്ത് കൊടുക്കും? 0 കൊടുക്കും. ഇത് നമ്മൾ മറന്നു പോയത്, അവിടെ വേറെ ഒരു വാല്യൂ വെച്ച് ഫില്ല് ചെയ്യരുത്. അത് നോർമൽ ഷിഫ്റ്റാണ്, അരിത്തമാറ്റിക് ഷിഫ്റ്റ് അല്ല. ഓക്കെ, അതപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അത്രയും കംപ്ലീറ്റ് ചെയ്തു. അപ്പോഴേക്കും നമ്മുടെ സൈക്കിൾ 2 അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേജ് എന്തായി? സെക്കൻഡ് സൈക്കിൾ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇതാണ് നമ്മുടെ ക്യൂ. പ്രസൻ്റ്ലി നമ്മുടെ ക്യൂ ഇതാണ്. ക്യൂവിൻ്റെ സ്റ്റാറ്റസ് നോക്കുക. ക്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താണ്? 0 ആണ്. 0 എന്ന് പറയുമ്പോഴേക്കും നമുക്ക് പറഞ്ഞിരിക്കുന്നത് എന്താണ്? 0 വരുവാണെങ്കിൽ വി ക്യാൻ സിംപ്ലി ഷിഫ്റ്റ് റൈറ്റ് ദ വാല്യൂസ് ഇൻ CAQ. CAQയിലുള്ള വാല്യൂസിനെ നമ്മൾ എന്ത് ചെയ്യുക? റൈറ്റ് ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ CAQയിലുള്ള വാല്യൂസ് നോക്കിക്കേ, എങ്ങനെ ഇരിക്കുന്നത്? 0 1 001 111 0. അതിനെ നമ്മൾ എന്ത് ചെയ്യുവാണ്? ഷിഫ്റ്റ് റൈറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഈ ഒരു പ്രോസസ്സിൽ അഡീഷൻ ഒന്നുമില്ല, നമുക്കതിന് എന്ത് ചെയ്താൽ മതി? ഷിഫ്റ്റ് റൈറ്റ് ചെയ്താൽ മതി. അപ്പോഴേക്കും എന്താ സംഭവിക്കുക? ഈ 0 എന്തായി പോകും? ഡ്രോപ്പ് ഓഫ് ആയി പോകും. ഓക്കെ, പിന്നെ എന്ത് ചെയ്യും? നമ്മൾ 1 ഇങ്ങോട്ട് വരും, ഈ 1 ഇങ്ങോട്ട് വരും, ഈ 1 ഇങ്ങോട്ട് വരും, ഈ 1 ഇങ്ങോട്ട് വരും ആണല്ലോ. പിന്നെ എന്താ ചെയ്യുന്നത്? ഈ ഒരു ബിറ്റ് വാല്യൂ ആയിട്ട് 0 വരും, ഇവിടെ എന്ത് വരും? 0 വരും, ഇവിടെ എന്ത് വരും? ഈ 1 വരും. പിന്നെ നമുക്കിവിടെ എന്താ ഉള്ളത്? ഈ 0 നമ്മുടെ ഇതിൻ്റെ ഫോർത്ത് പൊസിഷനിലോട്ട് വരും. പിന്നെ നമുക്ക് ഈ ഒരു പൊസിഷൻ വേക്കൻ്റ് ആയിരുന്നു, അത് നമ്മൾ എന്തോ വെച്ച് ഫില്ല് ചെയ്യും? 0 വെച്ച് നമ്മൾ ഫില്ല് ചെയ്യും. മനസ്സിലായോ? അത് 0 വെച്ചിട്ടേ ഫില്ല് ചെയ്യാൻ പാടുള്ളൂ, വേറൊരു വാല്യൂ വെച്ച് ഫില്ല് ചെയ്യാൻ പാടില്ല. ഇത് നോർമൽ ഷിഫ്റ്റ് റൈറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഷിഫ്റ്റ് റൈറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഷിഫ്റ്റ് റൈറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ നമ്മുടെ തേർഡ് സൈക്കിൾ കംപ്ലീറ്റ് ആയി. തേർഡ് സൈക്കിൾ കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴേക്കും നമുക്കിനി എന്ത് ചെയ്യണം? നമ്മളുടെ ഇപ്പോഴത്തെ ഉള്ള മൾട്ടിപ്ലെയറിൻ്റെ സ്റ്റാറ്റസ് നോക്കുക. അവിടെ കാണുന്നത് എന്താണ്? ഒരു 1 ആണ്. സോ 1 വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? 2 ഓപ്പറേഷൻസ് ചെയ്യണം. A = A+M ചെയ്യണം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം? ഷിഫ്റ്റ് റൈറ്റും ചെയ്യണം. ഇപ്പോഴത്തെ പ്രസൻറ്റ് വാല്യൂ, എയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? 0101 ആണ്. അപ്പോൾ 0100 ആണ്. 0100 നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ മൾട്ടിപ്ലിക്കൻറ്റുമായിട്ട് ആഡ് ചെയ്യണം. ദാറ്റ് ഈസ് 1101 ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0 + 1 1 കിട്ടി, 0 + 0 0 കിട്ടി, 1 + 1 നമുക്ക് എന്ത് കിട്ടി? 0 കിട്ടി. പ്ലസ് ഇവിടെ എന്തുണ്ട്? ഒരു 1 ഉണ്ട്. 1 + 1 നമുക്ക് എന്ത് കിട്ടി? 0 കിട്ടി. ഇനി നമുക്ക് ഒരു എക്സ്ട്രാ ക്യാരി വന്നിട്ടുണ്ട്, അതിനെ നമ്മൾ സിയിലേക്ക് ആഡ് ചെയ്തു. അപ്പോൾ കുഴപ്പമില്ലല്ലോ. അപ്പോൾ എന്തായി? അഡീഷൻ ഓപ്പറേഷൻ ഇവിടെ വെച്ച് കംപ്ലീറ്റ് ആയി. ആഡ് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഷിഫ്റ്റ് ചെയ്യണം. എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടത്? റൈറ്റ് ഷിഫ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? ഈ ഒരു 0, ഈ ഒരു 1 എന്തായി പോകും? ഡ്രോപ്പ് ഓഫ് ആയി പോകും, അത് പുറത്തേക്ക് പോയി. ദെൻ നമ്മൾ എന്ത് ചെയ്യും? ഈ 1 ഇവിടെ വരും, ഈ 1 ഇവിടെ വരും, ഈ 1 ഇവിടെ വരും, അഗെയിൻ ഈ 1 ഇവിടെ വരും. ഓക്കെ, സോ നമുക്ക് 4 1s വന്നു. ഇനി നമുക്ക് എന്താ വേണ്ടത്? ബാക്കിയുള്ള ബിറ്റ്സിനെ അങ്ങോട്ട് ലൊക്കേറ്റ് ചെയ്യുക. 0 വന്നു, ഈ 0 ഇവിടെ വന്നു, ഈ 0 ഇവിടെ വന്നു, ഈ 1 ഇവിടെ വന്നു. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് ഈ പൊസിഷൻ ഫ്രീ ആണ്. അവിടെ നമ്മൾ എന്ത് വെച്ച് ഫില്ല് ചെയ്യും? 0 വെച്ച് ഫില്ല് ചെയ്യും. സോ നമ്മുടെ ഫൈനൽ കഴിഞ്ഞു. അതായത് 4 സ്റ്റേജസ് അല്ലെങ്കിൽ 4 സൈക്കിൾസ് ആണ് നമുക്ക് വേണ്ടത്. ബിക്കോസ് നമ്മുടെ മൾട്ടിപ്ലിക്കൻറ്റിലും മൾട്ടിപ്ലയറിലും എത്ര ബിറ്റ് ആണുള്ളത്? 4 ബിറ്റ്സ് ആണുള്ളത്. ഓക്കെ, എന്നിട്ട് നമ്മൾ അനലൈസ് ചെയ്യണം വാട്ട് ഈസ് ദെയർ ഇൻ ദിസ് A ആൻഡ് Q.
എ ആൻഡ് ക്യൂ വാല്യൂസ് ആയിരിക്കും നമുക്ക് എന്ത് തരുന്നത്, നമ്മുടെ ആൻസറിനെ പ്രൊവൈഡ് ചെയ്യുന്നത്. എയും ക്യൂയും കമ്പൈൻ ചെയ്തെടുക്കുമ്പോഴേക്കും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി വാല്യൂ നമുക്ക് ഡെസിമൽ ആക്കാം. ഇതെല്ലാം അൺസൈൻഡ് നമ്പേഴ്സാണ്. സോ നമുക്ക് സൈൻ ഒന്നും നോക്കിയിട്ട് അതിൻ്റെ 2's കോംപ്ലിമെൻറ്റോ 1's കോംപ്ലിമെൻറ്റോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്താൽ മതി, ഡയറക്റ്റായിട്ട് ആ നമ്പറിൻ്റെ ബൈനറി വാല്യൂവിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിമൽ വാല്യൂ എടുത്ത് നമ്മുടെ ആൻസറായിട്ട് നമ്മളങ്ങ് എഴുതി കൊടുത്താൽ മതി. അപ്പോൾ എയിലും ക്യൂയിലും ആയിരിക്കും റിസൾട്ട് വരിക. അപ്പോൾ ഇതിനനുസരിച്ചുള്ള ഒരു ഹാർഡ്വെയർ കോൺഫിഗറേഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇവിടെ നമുക്ക് എത്ര രജിസ്റ്റേഴ്സ് ഉണ്ട്, നമുക്ക് മൾട്ടിപ്ലിക്കൻ്റും ഉണ്ട് മൾട്ടിപ്ലയറും ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്ന സിയും എയും ക്യൂവും ആണ് നമ്മളുടെ സീക്വൻഷ്യലായിട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തേക്കുന്ന രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അവരെ ഒരുമിച്ച് തന്നെ കൊടുക്കാം. സി ഉണ്ട്, എ ഉണ്ട്, ക്യൂ ഉണ്ട്, കുഴപ്പമില്ലല്ലോ. ഇവിടെ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, മൾട്ടിപ്ലയർ ആണ്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഷിഫ്റ്റ് റൈറ്റ് ചെയ്യുന്നത് ആരെയൊക്കെയാണ്, ഇതിലേ ചെയ്യുന്നുണ്ട്, അതായത് മൾട്ടിപ്ലയറിനെ ചെയ്യുന്നുണ്ട്, നമ്മളുടെ ആൻസർ കിട്ടുന്ന ഫസ്റ്റ് എ രജിസ്റ്ററിനെ ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മളെ ക്യാരിയെ ചെയ്യുന്നുണ്ട്. അപ്പം ഷിഫ്റ്റ് ഓപ്പറേഷൻ ആർക്കൊക്കെ ചെയ്യുന്നുണ്ട്, ഇവർക്ക് 3 പേർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഷിഫ്റ്റ് ഓപ്പറേഷൻ നമ്മൾ ചെയ്യുന്നുണ്ട് ആണല്ലോ. അപ്പോൾ ഈ ഇതിൻ്റെ വാല്യൂസ് നമ്മൾ ഇങ്ങോട്ട് റൈറ്റ് ഷിഫ്റ്റ് നമ്മൾ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇനി നമുക്കെന്ന് പറഞ്ഞാൽ എന്താ, ഈ ഷിഫ്റ്റ് ഓപ്പറേഷനൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ മൾട്ടിപ്ലയറിൻ്റെ ബിറ്റ് വാല്യൂവിനനുസരിച്ചിരിക്കും. ഈ മൾട്ടിപ്ലയറിൻ്റെ ബിറ്റ് വാല്യൂ എന്താവാം, ഒന്നെങ്കിൽ 0 ആകാം അല്ലെങ്കിൽ 1 ആവാം. ഓക്കെ, അതായത് നമ്മളുടെ ആഡ് അല്ലെങ്കിൽ നോ ആഡിനുള്ള കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അതായത് ആഡ് ചെയ്യണോ നോ ആഡ് ചെയ്യണോ എന്ന്, അതെന്തിൻ്റെ ബേസിസിലാണ്, 0 ആണോ 1 ആണോ എന്നുള്ള വാല്യൂവിൻ്റെ ബേസിസിലാണ്. സോ ഇത് നോക്കി, ഇത് സിംഗിൾ ലൈൻസ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, കൺട്രോൾ ലൈൻസ് ആണ്. ഇവിടെ നമ്മൾ നോക്കിയേ ഒരു തിക്ക് ലൈൻസ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, വി ആർ ട്രാൻസ്ഫറിങ് ഡേറ്റ ത്രൂ ദിസ് ലൈൻ. അപ്പോൾ ഈ ലൈനിൽ കൂടെ നമ്മൾ ഡേറ്റാസ് ട്രാൻസ്ഫർ ചെയ്യുന്ന സ്ഥലങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം, തിക്ക് ലൈൻ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ആദ്യമേ നമ്മൾ എന്ത് ചെയ്തു, ഈ കൺട്രോൾ സീക്വൻസർ ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ബിറ്റ് വാല്യൂവിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനനുസരിച്ചിട്ടുള്ള കൺട്രോൾ സിഗ്നൽസ് ആർക്ക് കൊടുക്കുന്നത്, നമ്മുടെ ഈ ആർഡറിലേക്ക് എത്താനായിട്ട്, അതായത് അഡീഷൻ നടക്കണോ ഷിഫ്റ്റിംഗ് മാത്രം നടക്കണോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഇവിടെ ഈ ഒരു ഡിസിഷൻ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വി ആർ ഹാവിങ് എ മൾട്ടിപ്ലെക്സർ എന്ന് പറയുമ്പോഴേക്കും അറിയാമല്ലോ, ഏതെങ്കിലും ഇൻപുട്സ് കൊടുത്ത്, അതായത് മൾട്ടിപ്പിൾ ഇൻപുട്സ് കൊടുത്തിട്ട് വി വിൽ ഗെറ്റ് എ സിംഗിൾ ഔട്ട്പുട്ട്. ഓക്കെ, അപ്പോൾ മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുവാണ്, നമ്മുടെ മൾട്ടിപ്ലിക്കൻറ്റിൻ്റെ വാല്യൂ കൊടുക്കണോ വേണ്ടയോ, എന്തിനു കൊടുക്കണോ എന്ന്, അഡിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് ആരാണ് ഡിസൈഡ് ചെയ്യുന്നത്, മൾട്ടിപ്ലെക്സറാണ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ മൾട്ടിപ്ലെക്സറിലേക്ക് എത്തുന്ന കൺട്രോൾ സിഗ്നൽ 0 ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി, സിമ്പിളായിട്ട് നമ്മൾ ആ വാല്യൂനെ അങ്ങ് കൊടുത്താൽ മതി. അതിനെ നമ്മൾ എന്ത് ചെയ്യും, ഷിഫ്റ്റ് ചെയ്ത് അതിനെ ആൻസേഴ്സിനെ എന്ത് ചെയ്യും, അലോക്കേറ്റ് ചെയ്തോളും. ഓക്കെ, അവിടെ നമുക്ക് ആഡ് റൂളില്ല, മൾട്ടിപ്ലിക്കൻറ്റിൻ്റെ വാല്യൂസിനെ ആഡ് ചെയ്യുന്ന റൂളില്ല. അപ്പോൾ 0 ആണ് നമ്മളുടെ ഔട്ട്പുട്ട് എങ്കിൽ, 0 ആണ് നമ്മളുടെ വരുന്ന വാല്യൂ എങ്കിൽ, അതായത് നമ്മുടെ കൺട്രോൾ സിഗ്നൽ തരുന്നത് 0 വാല്യൂ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്, നമ്മൾ ആ വാല്യൂവിനെ ഡയറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ എയിലേക്ക് അങ്ങ് പാസ് ചെയ്താൽ മതി. ഓൾറെഡി ഉള്ള വാല്യൂവിനെ എയിലേക്ക് എടുത്ത് എയിലും സിയിലും അതായത് സിയിലും എയിലും ക്യൂയിലും ഉള്ള വാല്യൂവിനെ എന്ത് ചെയ്താൽ മതി, ഷിഫ്റ്റ് മാത്രം ചെയ്താൽ മതി, ഷിഫ്റ്റ് റൈറ്റ് മാത്രം ചെയ്താൽ മതി. സോ നമ്മൾ ആ നമ്പറിനെ അങ്ങനെ തന്നെ ആരുടേക്ക് കൊടുക്കും, നമ്മുടെ ബിറ്റ് ആർഡറിലേക്ക് കൊടുക്കും. അത് ത്രൂ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഈ വാല്യൂസ് എല്ലാം ഫില്ല് ചെയ്യും. അവിടെ ചെയ്യുന്നത് എന്താണ്, ഈ രജിസ്റ്റേഴ്സ് എല്ലാം എന്ത് ചെയ്യും, റൈറ്റ് ഷിഫ്റ്റഡ് ആവും. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ നോക്കുമ്പോഴേക്കും 0 അല്ല 1 ആണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മൾട്ടിപ്ലിക്കൻറ്റിനെ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, നമ്മുടെ ആഡ് ചെയ്യാനുള്ള പ്രോസസ്സിലേക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ മൾട്ടിപ്ലിക്കൻറ്റിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബിറ്റ്സ്, ഇപ്പോൾ മൾട്ടിപ്ലിക്കൻ്റെ കേസ് ആണെങ്കിൽ 1101 എന്നുള്ള മൾട്ടിപ്ലിക്കൻ്റെ ബിറ്റ്സ് എങ്ങോട്ടേക്ക് പോകും, നമ്മുടെ മക്സ് ത്രൂ എങ്ങോട്ടേക്ക് പോകും, മൾട്ടിപ്ലിക്കൻ്റ് സെലക്റ്റഡ് ആവും. മൾട്ടിപ്ലിക്കൻ്റെ ബിറ്റ്സ് എങ്ങോട്ടേക്ക് പോകും, നമ്മുടെ ആർഡറിലേക്ക് പോകും. ആ ആർഡറിലേക്ക് വരുമ്പോഴേക്കും മൾട്ടിപ്ലിക്കൻ്റ് മാത്രം പോരല്ലോ, നമ്മളുടെ എ രജിസ്റ്ററിൻ്റെ വാല്യൂസും വേണ്ടേ. അപ്പോൾ അത് രണ്ടും കൂടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ വെച്ചിട്ട് ആഡ് ചെയ്തിട്ട് എങ്ങോട്ട് കൊടുക്കുന്നത്, നമ്മുടെ എയിലേക്ക് തന്നെ ഇൻപുട്ട് കൊടുക്കുന്നു. നോക്ക്, ഈ ഒരു മൾട്ടിപ്ലിക്കൻറ്റിൻ്റെ വാല്യൂ കൊടുക്കുന്നു, പിന്നെ എയിലുള്ള ഓൾറെഡി ഉള്ള വാല്യൂ കൊടുക്കുന്നു. ഇത് രണ്ടോട് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ വെച്ചിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ആഡ് ചെയ്ത് കിട്ടുന്ന വാല്യൂ നമ്മൾ എങ്ങോട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ട്, എയിലേക്ക് തന്നെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ട്. മനസ്സിലാവുന്നത്, ഇതൊരു ഡേറ്റ ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ രജിസ്റ്റർ എയുടെ ഇനിഷ്യൽ വാല്യൂ 0 ആയിരിക്കും. അത് നമുക്ക് ഓൾറെഡി അറിയാമല്ലോ. ക്യാരിയുടെ ഇനിഷ്യൽ കൺട്രോൾ ലൈൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 0 ആയിട്ടായിരിക്കും നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അത് നമ്മളുടെ ഈ ഒരു പ്രൊപ്പഗേഷനിൽ നമ്മൾ അഡീഷൻ നടക്കുന്ന സമയത്ത് വാല്യൂസ് സെറ്റ് ആവുകയാണെങ്കിൽ ക്യാരിയിലേക്ക് നമ്മൾ കൊടുക്കും. നമ്മൾ നേരത്തെ കണ്ടില്ലേ, നമ്മൾ ആഡ് ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ എന്താണ് വാല്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ ആഡ് ചെയ്ത് ഇങ്ങോട്ട് വരുന്ന സമയത്ത് വാല്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് ക്യാരിയിലേക്ക് കൊടുക്കും. മനസ്സിലാവുന്നുണ്ടോ, ഈ ഇതിനകത്ത് ക്യാരി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ക്യാരിയിലേക്ക് ഡേറ്റ കൊടുക്കും. അല്ലെങ്കിൽ യൂഷ്വലി ഫസ്റ്റ് കൺട്രോൾ ലൈൻ സെറ്റ് ചെയ്യുന്നത് എന്താണ്, ക്യാരിയുടെ വാല്യൂ 0 ആക്കി കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കൺട്രോൾ സീക്വൻസറാണ് എന്ത് ചെയ്യുന്നത്, ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, അതായത് നോർമൽ ആഡ് ഷിഫ്റ്റ് ചെയ്യണോ അതോ വെറും ഷിഫ്റ്റ് മാത്രം ചെയ്താൽ മതിയോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗർ പഠിക്കാൻ എളുപ്പമല്ലേ. പഠിക്കുന്ന സമയത്ത് തിരിഞ്ഞു പോകരുത്. അഡ്രസ് അല്ലെങ്കിൽ ഡേറ്റ വാല്യൂസ് പോകുന്നത് തിക്ക് ലൈൻസും, കൺട്രോൾ വാല്യൂസ് പോകുന്നതെല്ലാം സ്ട്രെയിറ്റ് ലൈൻസും, അതായത് നോർമൽ ലൈൻസും വെച്ചിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ഇനി വേണ്ട അൽഗോരിതം എന്ന് പറഞ്ഞാൽ, ദ മൾട്ടിപ്ലയർ ജസ്റ്റ് ഒന്ന് വായിച്ചു വിടാം.
വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. ഇപ്പം അതിൻ്റെ സീക്വൻഷ്യൽ സർക്യൂട്ട് മൾട്ടിപ്ലയർ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് ഫുൾ അങ്ങനെ എഴുതണമെന്നൊന്നുമില്ല. സിംപ്ലി എന്താണ് യൂസ് ചെയ്തേക്കുന്നത്, ഒരു എൻ ബിറ്റ് ആർഡർ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പ്രോസസ്സിനെ നമുക്ക് ലോജിക്കലി നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് പറയാം. ഇനി നമുക്ക് ശരിക്കും ഇതിൻ്റെ ഒരു ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൾട്ടിപ്ലയർ ആൻഡ് മൾട്ടിപ്ലിക്കൻസ് ആർ ലോഡഡ് ഇൻടു 2 രജിസ്റ്റേഴ്സ് Q and M. തേർഡ് രജിസ്റ്റർ A and C are clear to 0. നമുക്കറിയാമല്ലോ, ദ ഫസ്റ്റ് ഈച്ച് സൈക്കിൾ ഇറ്റ് പെർഫോംസ് 2 സ്റ്റെപ്പ്. എന്തൊക്കെയാണ് ചെയ്യുന്നത്, നമ്മൾ മൾട്ടിപ്ലയറിൻ്റെ LSB ബിറ്റ് നോക്കും, അത് 1 ആണെങ്കിൽ ആഡ് ചെയ്യണം, ദെൻ ഷിഫ്റ്റ് ചെയ്യണം. ഓക്കെ, ഇഫ് ഏതൊക്കെ രജിസ്റ്റേഴ്സാണ് സിയും എയും ക്യൂവും എന്ത് ചെയ്യണം, റൈറ്റ് ഷിഫ്റ്റ് ചെയ്യണം. ക്യൂവിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ ദെൻ നോ ആഡ്, ഒരു ഓപ്പറേഷൻസും ചെയ്യേണ്ട, നമ്മൾ എന്തുമാത്രം ചെയ്താൽ മതി, റൈറ്റ് ഷിഫ്റ്റ് മാത്രം ചെയ്താൽ മതി. ഒരു 1 ബിറ്റ് CAQവിനെ എന്ത് ചെയ്യുക, റൈറ്റ് ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇതിൽ പഠിക്കാനായിട്ട്. വേണമെങ്കിൽ ഒന്ന് വായിക്കാം. ദ ബ്ലോക്ക് ഡയഗ്രാം ഇൻ ഫിഗർ ഷോസ് ദ ഹാർഡ്വെയർ അറേഞ്ച്മെൻറ്റ് ഫോർ സീക്വൻഷ്യൽ മൾട്ടിപ്ലിക്കേഷൻ. ദിസ് സർക്യൂട്ട് പെർഫോംസ് മൾട്ടിപ്ലിക്കേഷൻ ബൈ യൂസിങ് സിംഗിൾ n bit adder n times to implement the spatial addition performed by the n rows of ripple carry adder. അതായത് ഒരു n bit ആഡറിൽ n times ഓപ്പറേഷൻസ് നടക്കുന്ന കാര്യമാണ് നമ്മളിവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. രജിസ്റ്റേഴ്സ് A and Q are shift registers concatenated as shown in figure. Together they hold partial product PPI while multiplier bit QI generates the signal add or no add. അപ്പോൾ നമ്മൾ ശരിക്കും നേരത്തെ പറഞ്ഞിട്ടുണ്ട് പാർഷ്യൽ പ്രൊഡക്റ്റ് എന്താണെന്നുള്ളത്. ഓരോ സ്റ്റേജിൽ ഡെവലപ്പ് ചെയ്യുന്ന ആൻസേഴ്സാണ് നമ്മുടെ ഓരോ പാർഷ്യൽ പ്രൊഡക്റ്റ്. ഇപ്പോൾ ഫസ്റ്റ് സൈക്കിളിൻ്റെ ആൻസറാണ് നമ്മുടെ ഫസ്റ്റ് പാർഷ്യൽ പ്രൊഡക്റ്റ്, സെക്കൻഡ് സൈക്കിളിൻ്റെ ആൻസറാണ് സെക്കൻഡ് പാർഷ്യൽ പ്രൊഡക്റ്റ്, തേർഡ് സൈക്കിളിൻ്റെ ആൻസറാണ് തേർഡ് പാർഷ്യൽ പ്രൊഡക്റ്റ്, ഫോർത്ത് സൈക്കിളിൻ്റെ ആൻസറാണ് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ്. ഓക്കെ, അപ്പോൾ ഓരോ ദ സിഗ്നൽ കോസസ് ദ മൾട്ടിപ്ലയർ മക്സ് ടു എന്താണ്, നമ്മുടെ PPIനെ സെലക്ട് ചെയ്യാൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. QIയുടെ വാല്യൂ 0 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, സിംപ്ലി വി ക്യാൻ ഷിഫ്റ്റ് ദ ഡേറ്റ ഇൻ C, A and Q അങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞാൽ മതി കേട്ടോ. എന്നിട്ട് നോർമലി നിങ്ങൾ ഓൺവേർഡ്സിൽ എഴുതിയിരുന്നാൽ മതി. ദെൻ PPI ടു PPI+1ൻ്റെ ഡിസിഷൻ ആണ് ആരെടുക്കുന്നത്, QIയുടെ വാല്യൂ 0 ആണോ അല്ലെങ്കിൽ 1 ആണോ എന്ന് വെച്ചിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, പാർഷ്യൽ പ്രൊഡക്ട്സ്. The product is computed in n cycles. The partial product grows in length by 1 bit per cycle from the initial vector PP0 for n0 in register A. The carry out from the order is stored in flip flop C shown in the figure. അപ്പോൾ നമുക്കറിയാലോ, അതായത് ക്യാരി വാല്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എയിൽ നമ്മൾ സിയും എയും തമ്മിൽ ആഡ് ചെയ്യുന്ന സമയത്ത് ക്യാരി ഉണ്ടാവുകയാണെങ്കിൽ അതിന് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് എവിടെയായിരിക്കും, സിയിലായിരിക്കും. ഓക്കെ, നിങ്ങളുടെ സ്വന്തം വേർഡ്സിൽ പറഞ്ഞിരുന്നാൽ മതി. ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് കാര്യം മനസ്സിലാക്കി വയ്ക്കുക, എന്നിട്ട് അതിനനുസരിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഈ ഒരു ഫിഗർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സീക്വൻഷ്യൽ ആണ്. രണ്ട് രീതിയിലാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. നമ്പേഴ്സ് തന്നിട്ട് നമ്മൾ എന്തൊക്കെ വെച്ചിട്ട് ആ നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കോമ്പിനേഷൻ സർക്യൂട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ചെയ്യാൻ പറ്റും, സീക്വൻഷ്യൽ സർക്യൂട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, അപ്പോൾ സീക്വൻഷ്യൽ സർക്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫിഗർ വരയ്ക്കുക, നമ്പേഴ്സിനെ എടുത്ത് വാല്യൂസായിട്ട് സെറ്റ് ചെയ്യുക, എന്നിട്ട് ഈ ഒരു പ്രോസസ്സ് നമ്മൾ ചെക്ക് ചെയ്യുക. അപ്പം